അനുകൂല രാഷ്ട്രീയ സാഹചര്യമുണ്ടായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഉദ്ദേശിച്ച രൂപത്തിലുള്ള വളർച്ചയുണ്ടാക്കാനാവാത്തത് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. കാലോചിതമായ പുതുക്കൽ ഭരണഘടനയിൽ ആവശ്യമാണ്. എന്നാൽ മനുസ്മൃതിയിലും ചാതുർവർണ്ണ വ്യവസ്ഥയിലും ഊന്നിയ മാറ്റമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഎം തലശ്ശേരി ഏരിയ സമ്മേളനം മാഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം.വി. ഗോവിന്ദൻ. ഫാസിസ്റ്റ് രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ 2/3 ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറാൻ BJP ശ്രമിച്ചത് ഭരണഘടനയെ മാറ്റിയെഴുതാനും ചാതുർവർണ്ണ വ്യവസ്ഥയിലധിഷ്ഠിതമായ ഭരണഘടന ഉണ്ടാക്കിയെടുക്കാമെന്നുമുള്ള ലക്ഷ്യത്തോടെയാണ്. എന്നാൽ ജനാധിപത്യ മതേതര ശക്തികളുടെ ചെറുത്തുനിൽപ്പ് മൂലം അതിന് കഴിഞ്ഞില്ല. CPM തലശ്ശേരി ഏരിയ സമ്മേളനം മാഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.വി. ഗോവിന്ദൻ. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് യൂണിയൻ ഗവൺമെന്റും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും ഫെഡറൽ സംവിധാനം. ഇതിനെല്ലാം വേണ്ടിയുള്ള വലിയ പോരാട്ടവും സമരവും നമ്മൾ നടത്തേണ്ടുന്ന ഏറ്റെടുക്കേണ്ടുന്ന ഒരു ഘട്ടം തന്നെയാണ്. ഭൂരിപക്ഷം അവർ ഒറ്റക്ക് കിട്ടിയില്ലെങ്കിലും സഖ്യകക്ഷികൾ ഭരിക്കുന്ന സന്ദർഭത്തിലും നേരത്തെ തുടങ്ങിവെച്ച പൗരത്വ ഭേദഗതി നിയമം വന്ന രാഷ്ട്രത്തെ നിർണയിക്കുന്നത് മതമാവണം എന്ന കൃത്യമായ ബോധത്തോടുകൂടിയുള്ള ഇടപെടൽ, അതിന്റെ രണ്ടാമത്തെ ഘട്ടമായ ഏക സിവിൽ കോഡിലുള്ള യാത്ര, ഒരു രാജ്യത്തിന് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലുള്ള പ്രഖ്യാപനം, ഇതൊക്കെ ഇതിന്റെ തുടർച്ചയായിട്ട് വന്ന് അവരാഗ്രഹിച്ചത് 2025 RSSന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു ഹിന്ദുത്വ രാജ്യം, ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കാനാവുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും അസ്ഥാനത്തായിരിക്കുന്നു എന്നുള്ളതാണ് അനുകൂലമായ ഒരു ഘടകം. ഏരിയ കമ്മിറ്റി അംഗം കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M.V. ജയരാജൻ, P. ജയരാജൻ, P. ശശി, N. ചന്ദ്രൻ, കാരായി രാജൻ, P.K. ശ്യാമള, C.K. രമേശൻ, M.C. പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് സമാപനം കുറിച്ച് 29-ന് വൈകിട്ട് 4 മണിക്ക് റെഡ് വാളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടക്കും. മഞ്ചക്കലിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് മുണ്ടോക്കിലെ പൊതുസമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി V.N. വാസവൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.